ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മധുര പലഹാരമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ്. ഗോതമ്പ് പൊടി, ശർക്കര, നാളികേരപ്പാൽ, ഇത് മാത്രം മതി. നല്ല സ്വാദാണ്. അതുമാതിരി നല്ല പഞ്ഞിമാരിയുള്ള പലഹാരമാണ്. കടിക്കാനും കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും ഓയിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം കഴിച്ചു നോക്കാം. ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് തണുപ്പിച്ച ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ മധുരം ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് അപ്പസോഡ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളയപ്പത്തിലൊക്കെ ഇടുന്ന അപ്പസോഡയില്ലേ, അതിട്ട് കൊടുക്കാം. അതിന് ശേഷം അരമുറി തേങ്ങ ചിരകി പാലെടുത്തതാണ്. 1.5 കപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് കലക്കിയെടുക്കാം. കലക്കിയെടുത്ത് അപ്പോൾ കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് ഒരു ദോശമാവ് പാകത്തിൽ നമ്മൾ കലക്കിയെടുക്കണം. അപ്പോൾ ഈ 1 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. മാവ് ഒഴിക്കുമ്പോൾ ഈ പാകത്തിലായിരിക്കണം. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുമാതിരി തന്നെ ഉണങ്ങിയ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി നല്ലോണം യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട ശേഷം നല്ലോണം മാവ് ഇളക്കി നമ്മൾക്ക് ഇനി ഇത് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. അതിനുവേണ്ടി അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നെയ്യ് നല്ലോണം പുരട്ടിയ ശേഷം നമ്മൾ കലക്കി വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അധികം കട്ടിയില്ലാതെ ഒഴിച്ചു കൊടുക്കണം. ഈ മാവ് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പാകപ്പെടുത്തി ആവി കയറ്റാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പം വെന്തുണ്ടോ നോക്കാം. നമ്മൾ ഒരു ഇറുക്കൽ കൊണ്ട് കുത്തി നോക്കിയാൽ വെന്തുണ്ടോയെന്ന് അറിയാം. അതിന് ശേഷം ഇതേമാതിരി കൈ കൊണ്ട് എടുത്താലും പറ്റും. ഇല്ലാച്ചാൽ ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കവുത്തിയിട്ടാലും ഇതേമാതിരി നമുക്ക് അപ്പം കിട്ടും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിക്കാം. അരിപ്പൊടിയും പഞ്ചസാരയും അതുമാതിരി വെളിച്ചെണ്ണയും ഒന്നും ഇല്ലാത്തൊരു പലഹാരമാണ്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. മധുര പലഹാരം കഴിക്കണം എന്ന് തോന്നിയാൽ ഉടനെ ഇതേമാതിരി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലെയുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ.